നമസ്കാരം. ഓപ്പൺ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. തില്ലങ്കേരി പടിക്കച്ചാലിൽ ബോംബ് സ്ഫോടനം. ചൊവ്വാഴ്ച പുലർച്ചെ 12:30-യോടെയാണ് പടിക്കച്ചാൽ സ്വദേശിയൻ രവീന്ദ്രന്റെ കടയുടെ സമീപത്തായി റോഡിൽ ബോംബ് സ്ഫോടനമുണ്ടായത്. സംഭവസ്ഥലത്തു നിന്ന് ലഭിച്ച പൊട്ടാത്ത നാടൻ ബോംബ് സ്ക്വാഡ് നിർവീര്യമാക്കി. പേരാവൂരിൽ തോക്ക് ചൂണ്ടി ലോട്ടറി ടിക്കറ്റ് കവർന്ന സംഭവം. പ്രതികൾ രക്ഷപ്പെട്ട കാർ കസ്റ്റഡിയിലെടുത്തു. കണ്ണൂർ മട്ടന്നൂരിൽ നിർത്തിയിട്ട സ്കൂട്ടറിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരനായ വയോധികന് ദാരുണാന്ത്യം. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരിക്കൽ കൂടി തുടർച്ചയായ ബാങ്ക് അവധി ദിനങ്ങൾ വരികയാണ്. 3 ദിവസം ബാങ്ക് അവധിയും 1 ദിവസം ബാങ്ക് ജീവനക്കാരുടെ രാജ്യവ്യാപക പണിമുടക്കുമാണ് വരാനുള്ളത്. ജനുവരി 24, 25, 26 ദിനങ്ങളിലാണ് ബാങ്ക് അവധി. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം സൈന നെഹ്വാൾ പ്രൊഫഷണൽ ബാഡ്മിന്റണിൽ നിന്ന് ഔദ്യോഗികമായി വിരമിക്കൽ പ്രഖ്യാപിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം യുവാവ് വിശ്വനാഥൻ ജീവനൊടുക്കിയതിൽ പുനരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടു. കോഴിക്കോട് ബസ്സിനുള്ളിൽ വെച്ച് ലൈംഗിക അതിക്രമം നേരിട്ടെന്ന യുവതിയുടെ ആരോപണത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതികരിച്ച് ബസ് ജീവനക്കാർ. സംഭവ ദിവസം ആരും പരാതി പറഞ്ഞിട്ടില്ലെന്ന് ബസ്സിലെ ജീവനക്കാർ പറഞ്ഞു. 2ാം പിണറായി സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. വിവാഹം ഒന്നിന്റെയും അവസാന വാക്കല്ല, സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നും പ്രധാനമെന്ന് മഞ്ജു വാര്യർ. ചെങ്ങന്നൂരിൽ 2 വയസ്സുകാരൻ ബക്കറ്റിൽ വീണു മരിച്ചു. ഷിൻസി ടോം ദമ്പതികളുടെ മകനായ ആക്സൺ പി തോമസ് ആണ് മരിച്ചത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് സംഭവം നടന്നത്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. പവന് 800 രൂപ കൂടി 1,08,800 രൂപയായി. ഗ്രാമിന് 100 രൂപ കൂടി 13,600 രൂപ. വെള്ളി ഗ്രാമിന് 330 രൂപ. വാർത്തകളും വിശേഷങ്ങളും ഇനി ഓപ്പൺ ന്യൂസിലൂടെ. ഓപ്പൺ ന്യൂസ് 24.